ഫുക്രിയിലേക്ക് സ്വാഗതം. കിലിയൻ എംബാപ്പെ സെനഗലിനെതിരെ 2 ഗോൾ അടിച്ചതോടുകൂടി 2 പ്രധാനപ്പെട്ട റെക്കോർഡുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഒന്ന്, ഫ്രാൻസിന് വേണ്ടി എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി അദ്ദേഹം മാറി. ഒലിവർ ജിറൂദിൻ്റെ 57 ഗോളിനെയാണ് അദ്ദേഹം മറികടന്നത്. അദ്ദേഹം സെനഗലിനെതിരെ 2 ഗോൾ അടിച്ചതോടുകൂടി 58ആയി കിലിയൻ എംബാപ്പയുടെ ഗോൾ നേട്ടം ഫ്രാൻസിന് വേണ്ടിയിട്ടുള്ളത്. അതൊരു റെക്കോർഡ്. മറ്റൊന്ന്, 68 വർഷം പഴക്കമുള്ള വേറൊരു റെക്കോർഡാണ്. അത് ലോകകപ്പിൽ ഒരു ഫ്രാൻസുകാരൻ നേടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗോളുകളുടെ എണ്ണം മായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 68 വർഷം മുമ്പ് ജസ്റ്റ് ഫോണ്ടെയിൻ ഫ്രാൻസിന് വേണ്ടി സ്ഥാപിച്ച 13 ഗോളുകളുടെ റെക്കോർഡാണ് കിലിയൻ എംബാപ്പെ ഇപ്പം മറികടന്നിരിക്കുന്നത്. എംബാപ്പയ്ക്ക് ലോകകപ്പിൽ 14 ഗോളായി. സെനഗലിനെതിരെ 2 ഗോൾ അടിച്ചതോടുകൂടി എംബാപ്പയ്ക്ക് ലോകകപ്പിൽ 14 ഗോളായി. ജസ് ഫോണ്ടെയിൻ 13 ഗോളാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 68 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡും ഒപ്പം തന്നെ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡുമാണ് 27 വയസ്സുകാരനായ കിലിയൻ എംബാപ്പെ നേടിയത്. എംബാപ്പയുടെ 3ാമത്തെ ലോകകപ്പാണിത്. 3 ലോകകപ്പിലും എംബാപ്പെ ഗോൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും കിലിയൻ എംബാപ്പയുടെ ദിവസമായിരുന്നു ഇന്ന്. സെനഗലിനെ 1-3 ഗോളുകൾക്ക് ഫ്രാൻസ് തകർത്ത് വിട്ടപ്പോൾ അതിൽ 2 ഗോളും 66ാമത്തെ മിനിറ്റിലും 96ാമത്തെ മിനിറ്റിലും എംബാപ്പയാണ് അടിച്ചത്. അത്യുജ്വല ഗോളുകളായിരുന്നു. എന്തായാലും എംബാപ്പെ തൻ്റെ ഗോൾ വേട്ടയ്ക്ക് 2026 ലോകകപ്പിൽ തുടക്കമിട്ടിരിക്കുന്നു. ഒപ്പം ഒരു പിടി റെക്കോർഡുകളും ആദ്യത്തെ മത്സരത്തിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.